മൂൺ വാക്ക് സിനിമയ്ക്ക് തിയേറ്റർ കിട്ടാത്തതിനെതിരെ ലിജോ ജോസ് പെല്ലിശ്ശേരി. ആദ്യ ആഴ്ച 140 തിയേറ്റർ ഉണ്ടായിരുന്ന സിനിമയ്ക്ക് രണ്ടാം വാരം ലഭിച്ചത് 12 തിയേറ്ററുകൾ മാത്രം. മലയാള സിനിമയുടെ പ്രതിസന്ധിക്കെതിരെ ഇതിലും വലിയ പോരാട്ടമുണ്ടോ എന്ന് ലിജോയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. സൈഫുന്നിസ അലിയാർ ചേരുന്നു വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. സൈഫുന്നിസ, എന്താണ് ഈ മൂൺ വാക്ക് സിനിമയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്? ഈ തിയേറ്ററുകളുടെ എണ്ണം ഇങ്ങനെ വെട്ടിച്ചുരുക്കാനുണ്ടായ സാഹചര്യം എന്താണ്? ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ പരിഹാസം ആർക്കു നേരെയാണ്? ലക്ഷ്മി പത്മ, തീർച്ചയായും പറയാം, തിയേറ്റർ ഉടമകൾക്ക് നേരെയാണ് തീർച്ചയായും ലിജോ ജോസ് പെല്ലിശ്ശേരി സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരസ്യമായൊരു പരിഹാസം ഉന്നയിച്ചിരിക്കുന്നത്. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ആമൻ ഫിലിംസ് അവതരിപ്പിച്ചിരിക്കുന്നത് മൂൺ വാക്ക് എന്ന് പറയുന്ന സിനിമ. ഒപ്പം തന്നെ ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് ആണ് ഇതിന്റെ ബാനറിലാണ് ഈ സിനിമയുടെ നിർമ്മാണവും നിർവഹിച്ചിരിക്കുന്നത്. ഈ രണ്ട്, അതായത് ഒരു മുന്തിയ നിർമ്മാതാവും വിതരണക്കാരനും സിനിമ ഇറക്കിയിട്ടും ഇതാണ് അവസ്ഥ എന്ന രീതിയിൽ ഒരു പരിഹാസ രൂപേണയാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി ഈ സിനിമയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. 140 തിയേറ്ററുകളിലാണ് ഈ കഴിഞ്ഞ മാസം 30-ാം തീയതി മൂൺ വാക്ക് എത്തിയത്. പക്ഷേ ഇതിപ്പോൾ രണ്ടാം വാരത്തിലേക്ക് കടക്കുമ്പോൾ പുതിയ ലിസ്റ്റ് ഇപ്പോൾ ലിജോ ജോസ് പെല്ലിശ്ശേരി സാമൂഹിക മാധ്യമങ്ങളിൽ പുറത്തുവിട്ടതനുസരിച്ച് 12 തിയേറ്ററുകളിൽ മാത്രമാണ് സംസ്ഥാനത്താകെ ഈ സിനിമ പ്രദർശിക്കപ്പെടുന്നത്. ഇനി ഇന്ന് മുതൽ അടുത്ത ദിവസങ്ങളിലേക്ക് അതിന്റെ ഒരു നിസ്സഹായാവസ്ഥ കൂടിയാണ് നിർമ്മാതാവ് കൂടിയ ലിജോ ജോസ് പെല്ലിശ്ശേരി പറയുന്നത്. ഈ 12 സിനിമകളിൽ 3 സിനിമയും ഈ സിനിമയുടെ നിർമ്മാതാവ് കൂടിയായ ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് എന്ന് പറയുന്ന തിയേറ്ററിൽ തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അങ്ങനെയാണ് എങ്കിൽ മറ്റ് തിയേറ്റർ ഉടമകളുടെ, അതായത് 9 തിയേറ്റർ ഉടമകൾ മാത്രമാണ് മൂൺ വാക്ക് രണ്ടാം വാരം കളിക്കാൻ തയ്യാറായി നിൽക്കുന്നത്. പുതുമുഖങ്ങളുടെ സിനിമയാണ്. തീർച്ചയായും 100ഓളം പുതുമുഖങ്ങൾ ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ഒരു ടാഗ് ലൈനോട് കൂടിയായിരുന്നു ഈ സിനിമ പുറത്തേക്ക് ഇറക്കുകയും ചെയ്തിരുന്നത്. മൈക്കിൾ ജാക്സന്റെയും ഒപ്പം തന്നെ ഡാൻസിന്റെയും ഒക്കെ തന്നെ പ്രമേയം പറഞ്ഞ ഒരു സിനിമ. നല്ല അഭിപ്രായമാണ് ആദ്യ ആഴ്ചയിൽ തന്നെ സ്വന്തമാക്കുകയും ചെയ്തത്. വലിയ പ്രതീക്ഷകളായിരുന്നു ഈ യുവതാരങ്ങൾക്കടക്കം ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം അതിലെ താരങ്ങൾക്കൊപ്പം നടത്തിയ ലൈവൊക്കെ വലിയ ശ്രദ്ധേയമായിരുന്നു. അത്തരമൊരു സിനിമയ്ക്കാണ് ഇത്തരത്തിൽ ഒരു അവസ്ഥ വന്നു ചേർന്നിരിക്കുന്നത്. സൈഫുന്നിസ അലിയാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.